ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും പാലക്കാട് SSC മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ അടുത്ത 12 സെപ്റ്റംബർ ഷിഫ്റ്റ് 3. നമ്മൾ 2 ഷിഫ്റ്റ് കഴിഞ്ഞായിരുന്നു. ഒരു കുറച്ച് ഷിഫ്റ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക്, കാരണം എനിക്ക് കുറച്ച് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്, മീൻസ് കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. സോറി ഫോർ ദാറ്റ്. അപ്പം ഇത് തീർത്തിട്ട് നമുക്ക്, മീൻസ് ഒരു കുറച്ച് ഡേയ്സിൻ്റെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പൻഡിയം പോലെ, അതായത് കുറച്ച് ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഈ ഒരു ഷിഫ്റ്റും കൂടെ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് അങ്ങായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതിനേക്കാൾ ഉപരി നമ്മൾ ഇനി അങ്ങോട്ട് ഉള്ള ബാക്കിയുള്ള ഷിഫ്റ്റിൽ, അതായത് ഒരു 4-5 ദിവസം കൂടെ കഴിഞ്ഞ ബാക്കിയുള്ള ഷിഫ്റ്റിൽ ചോദിച്ച നല്ല ചോദ്യങ്ങൾ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് ചെയ്യും. ഓക്കെ, ചില എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, വളരെ ബേസിക് ആയിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ആർക്ക് വേണേലും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ സ്വല്പം മോഡറേറ്റും ഈസി ടു മോഡറേറ്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴല്ല, 4 ദിവസത്തും കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ളതിൽ പാടുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യും. ഓക്കെ, അപ്പം സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 60% ഓഫ് എ ഇസ് ഈക്വൽ ടു 0.3 ഓഫ് ബി ഇസ് ഈക്വൽ ടു 1.6 ഓഫ് ബി അല്ലെ? റേഷ്യോന്റെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പ്രാക്ടീസ് പ്രോബ്ലംസിന്റെ ഒരു സെഗ്മെന്റ് ആണിത്. അപ്പൊ നോക്കി, 60% ഓഫ് എ എന്ന് വെച്ചാൽ 6/10 എ ഇസ് ഈക്വൽ ടു 0.3 3/10 ബി ഇസ് ഈക്വൽ ടു സീനെ 1/6 സി എന്ന് എഴുതാം അല്ലെ? അപ്പൊ നമ്മൾ ഈ എ ഇസിക്വൽ ടു ബി ഇസിക്വൽ ടു സി എന്നുള്ള ഫോർമാറ്റിൽ തന്നേക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് എ ഇസ് ടു ബി ഇസ് ടു സി എഴുതുന്നത് എങ്ങനെ? ആദ്യം എന്റെ കാണണമെങ്കിൽ എന്റെ പാർട്ട് മറച്ചു പിടിക്കുക. ഇത് മൊത്തം മറച്ചു പിടിച്ചിട്ട് ബാക്കി ബിന്റെയും സിന്റെയും കൂടുള്ള കോയിഫിഷ്യൻസ് ഏതാ? 3/10. അതേ, ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതല്ലേ, 3/10 ഇൻറ്റു 1/6. ഓക്കെ, ഇനി ഈസ് ടു ബി കാണണമെങ്കിൽ ബിന്റെ പാർട്ട് ഫുള്ളും മറച്ചു പിടിക്കണം. ബാക്കിയുള്ള എന്റെയും സിന്റെയും കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ബിന്റെ താഴെ എഴുതണം. അപ്പൊ 6/10 ഇൻറ്റു 1/6. ആൻഡ് അറ്റ് ലാസ്റ്റ് സിന്റെ പാർട്ട് വേണമെങ്കിൽ ഈ 1/6 മാറ്റിയിട്ട് ബാക്കി ബിന്റെയും എന്റെയും കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് സിന്റെ താഴെ എഴുതുക. ആരെയാണോ വേണ്ട അയാളെ മറക്കുക, ബാക്കിയുള്ളവരുടെ കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, അതാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. 6/10 ഇൻറ്റു 3/10. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഇത് പോവും. പിന്നെ എന്ത് ചെയ്യണം? ഇത് 2, പിന്നെ 3, 5 അല്ലേ? 50, 10, 20. LCM എത്ര? 100 അല്ലേ? അപ്പൊ 100 എടുക്കുമ്പം 5:, ഇവിടെ 100 എടുക്കുമ്പം ഇവിടെ ഒരു 10 ഉണ്ടല്ലോ, 5:10. അത് കാണുമ്പോഴേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോണം. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 5:10 50 കൊണ്ട് വിട്ടാൻ നേരം 9×2 18. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യം നിങ്ങൾക്ക് കാൽക്കുലേഷൻ ക്ലിയർ ആണെങ്കിൽ ആദ്യത്തെ സെഗ്മെന്റ്, ആദ്യത്തെ റേഷ്യോയിലെ വാല്യൂ കാണുമ്പോഴേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് കാണുമ്പോൾ കാൽക്കുലേറ്റീവ് ആയിട്ട് തോന്നും. നമുക്ക് മിഡ് വേ ബിറ്റ്വീൻ ദ ജേർണി നമുക്കിത് ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഉത്തരം എന്ത് വരും എന്നുള്ളത്. ഓക്കെ, അപ്പം 0.7875 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ ഇത്രയും മീറ്റേഴ്സ് ആവത്തില്ലേ? ഇല്ലേ? ഇത്രയും മീറ്റർ ഒരു മിനിറ്റിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് അല്ലേ? ഇതാണ് എന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പീഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നോക്കി, ഇവിടെ ഈ സ്പീഡിൽ 1 മണിക്കൂർ 45 മിനിറ്റ് സഞ്ചരിച്ചാൽ എത്ര ദൂരം പറ്റും? അപ്പൊ ഇത് സ്പീഡാണ് എന്റെ. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് പുതിയ ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60, 45, 60, 45 ഇത്ര 105. 105 മിനിറ്റ് എന്ന് കിട്ടും. അതിനെ മണിക്കൂറാക്കാൻ, സോറി സെക്കൻഡ്സ് ആക്കാൻ ഇൻറ്റു 60 അല്ലെ? ഇതും പോവും, ഇതും പോവും. നോക്കിക്കേ, ഇതിന്റെ പ്രോഡക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഇതിന്റെ പ്രോഡക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മീൻസ് ഫൈനലി കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഒരു 1000 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് 3 സീറോ ഇപ്പുറത്തോട്ട് മാറ്റി കുത്തിയാൽ മതി. ബട്ട് നോക്കിക്കേ, യൂണിറ്റ് പ്ലേസ് എന്ത് വരണം? സീറോസ് മാറ്റി കഴിഞ്ഞിട്ട് 5 വരണ്ടേ? വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ 5 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. 1/7 + √2. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? 7 + √2 കോൺജുഗേറ്റ് എന്താ? 7 - √2. 7 - √2 കൊണ്ട് മണ്ടയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അടിയില് 7 + √2 ഇൻറ്റു 7 - √2 എന്ന് വരും അല്ലെ?
ഇത് ഏത് ഫോർമാറ്റാണ് കിടക്കുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലല്ലേ? അല്ലേ? അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇത് മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ, ഐഡന്റിറ്റി ഓൾജിബ്രയുടെ അറിയാമെങ്കിൽ ഇത് കൂളായിട്ട് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അപ്പൊ അടിയിൽ നമുക്ക് എന്ത് വരും? ഇത് ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. 7 മൈനസ് റൂട്ട് 2 ബൈ 7ന്റെ സ്ക്വയർ 49 മൈനസ് 2, അതങ്ങനെ തന്നെ ഇട്ടേരെ. പ്ലസ് ഇവിടെ എന്ത് വരും? ഇതിന്റെ കോൺജുഗേറ്റ് ഇതുപോലെ എടുക്കുമ്പം 7 പ്ലസ് റൂട്ട് 2 ബൈ 49 മൈനസ് 2 എന്ന് വരും. മൈനസ് 14 ബൈ 49 മൈനസ് 2, ഇങ്ങനല്ലേ ഇനിയും വരുന്നത്. ഇനിയും 7ഉം ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അതായത് LCM സെയിം ആണ്. അപ്പം 49 മൈനസ് 2, 7 പ്ലസ് 7 14 വരും. മൈനസ് റൂട്ടും പ്ലസ് റൂട്ടും പോവും. പിന്നെ ഇപ്പുറത്തുള്ള 14 ബൈ 49 മൈനസ് 2, അതായത് ഇതേ മൈനസ് ഈ സെയിം നമ്പർ അല്ലേ തന്നേക്കുന്നത്. അപ്പം ഓപ്ഷൻ എ 0 ആയി പോകും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ദി എക്സ്പെൻഡിച്ചർ ഓഫ് എ ഹൗസ് ഹോൾഡ് ഓൺ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് എന്റർടൈൻമെന്റ്. ഓക്കെ, നമ്മൾ ഈ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്ന ഡീവിയേഷൻ വെച്ചിട്ട്. അപ്പം ഫുഡ്, ക്ലോത്തിങ്, എന്റർടൈൻമെന്റ് അല്ലേ, ഇതിന്റെ റേഷ്യോ 2:4:4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ഫുഡ് 10% ഫോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ -10%, കുറഞ്ഞു എന്ന് കാണിക്കാൻ -10. ഇനി ക്ലോത്തിന്റെ 5% അല്ലെ, 5% കൂടിയെന്ന്, അപ്പൊ +5. ഇനി എന്റർടൈൻമെന്റിൽ നിന്നും ഫോൾ ആയി 15%, അപ്പൊ -15. അപ്പൊ ഞാൻ ആദ്യം ഡീവിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അസ്യൂംഡ് മീൻ, അസ്യൂംഡ് ആവറേജ് എടുക്കത്തില്ല. അപ്പൊ 3 പേരുടെയും കൂടെ ഇൻഡിവിജ്വൽ ആവറേജ് പെർസെന്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആവറേജ് പെർസെന്റേജ് ചേഞ്ച് ഓഫ് ഓൾ ആണ് ചോദിച്ചേക്കുന്നത്. അത് ഞാൻ അസ്യൂം ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി 5%. ഓക്കെ, ഇനിയും 5നേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കാം. അത് എത്ര എന്നുള്ള കണ്ടുപിടിക്കാം. അപ്പൊ 5 ഇനി പ്ലസ് ഓർ മൈനസ് നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ വാല്യൂ, നെറ്റ് ചേഞ്ച് അല്ലെ. അപ്പൊ ആദ്യം -10 -5, ഇവരുടെ ഡിഫറൻസ് എത്ര? -15 ഇൻറ്റു 2 -30. ഇനി 5 - 5 0. ഇനി -15 -5 എത്ര? -20 അല്ലേ. -20 ദേ ഇൻറ്റു 4 എത്ര? -20 ഇൻറ്റു 4 എന്ന് വെച്ചാൽ -80 ബൈ 2 + 4 + 4 എത്ര? 4 4 8 2 10 അല്ലെ. അതായത് 5, ഇതിന്റെ നെറ്റ് വാല്യൂ മൈനസ് അല്ലേ, അപ്പൊ ഈ പ്ലസ് വരത്തില്ല. -30 80 110/10 11, അതായത് -6% എന്ന് വെച്ചാൽ നെറ്റ് എഫക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിരിക്കും. എത്ര? 6% ഡിക്രീസ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓക്കെ, ഡീവിയേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ അവന്റെ പൈസ, ബി അവന്റെ പൈസ, എ അവന്റെ ടൈം, ബി അവന്റെ ടൈം. ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പാർട്ണർഷിപ്പിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഈ സെഗ്മെന്റ്സ് ഇപ്പൊ എളുപ്പമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ 1,20,120K എന്നാണ് എഴുതുന്നത്. 0 പകരം എത്ര നാൾ ഇട്ടു? 10 മാസം. ഇനി ബി എത്ര രൂപ ഇട്ടു? 160K 7 മാസത്തേക്ക് ഇട്ടു അല്ലെ. അപ്പൊ ഈ 0K പോയി, 0K പോയി, 4 കൊണ്ട് കൂട്ടുമ്പോൾ 2, 4 കൊണ്ട് കൂട്ടുമ്പോൾ 4, 4 കൊണ്ട് കൂട്ടുമ്പോൾ 3, ഇനി 2 കൊണ്ട് കൂട്ടുമ്പോൾ 2, 2 കൊണ്ട് കൂട്ടുമ്പോൾ 5, അതായത് 15:14 എന്ന് വന്നു അല്ലെ. ഇനി ബിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,800 റുപ്പീസ് ആണെങ്കിൽ 14 × 14 196, തൊട്ട് താഴെ 13, യൂണിറ്റ് പ്ലേസ് 2 വരും. അപ്പം 14 × 12, ഓക്കെ, അപ്പൊ 1,200 ആയിരിക്കും. എങ്കിൽ 15 × 12 ടോട്ടലാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ടോട്ടൽ പ്രോഫിറ്റ് ആണെങ്കിൽ 15 + 14 29 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഈ സെയിം മൾട്ടിപ്ലൈങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1,200. അപ്പം 2 0, പിന്നെ 9 × 2, 0 കഴിഞ്ഞിട്ട് യൂണിറ്റ് പ്രൈസ് 8 വരണം. ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി എന്തായാലും വരില്ല. അപ്പൊ നമ്മൾ ചെയ്തു നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മാർക്ക് ഫോർ റിവ്യൂ ചെയ്തിട്ട് വിട്ടേക്കണേ. ലെങ്തി ക്വസ്റ്റ്യനാ, ചെയ്യാനുണ്ട്. പാർട്ണർഷിപ്പ് പോലെ കുറച്ചധികം കൺവേർട്ട് ചെയ്ത് ചെയ്യാനുണ്ട്. അപ്പൊ 2 പേരുണ്ട്, എയും ബിയും അല്ലെ. 21 ഹോഴ്സസ് ഉണ്ട് എക്ക്, അവരെ 6 മാസം കൊണ്ട് തീറ്റിപ്പിച്ചു. ഇനി 15 കൗസും ഉണ്ട് അവന്, അവരെ 2 മാസത്തേക്ക് വിട്ടു. ഓക്കെ, അപ്പം എന്തായാലും ഈ ഹോഴ്സും കവും കൂടെ തിന്ന് തീർക്കാനായിട്ട് എടുത്ത സമയത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കുമല്ലോ റെന്റ്. കൂടുതൽ സമയത്തേക്ക് നമ്മളൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ അത്രയും റെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഒത്തിരി ആൾക്കാർ താമസിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചും റെന്റ് കൂടും. അപ്പൊ ഇവരുടെ ടൈമിനും എണ്ണത്തിനും അതിന്റെ പ്രോഡക്റ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും റെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ കയ്യിലുള്ള
ജീവികളും അവർ നിന്ന സമയത്തിന്റെ പ്രോഡക്റ്റ് നമ്മൾ സിമിലർ പാർട്ട്ണർഷിപ്പിന്റെ ടൈം ഇൻറ്റു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ ഓക്കെ നമ്പർ ഓഫ് ആനിമൽസ് ഇൻറ്റു ടൈം ചെയ്യണം ഈസ് ടു ബിന്റെ നമ്പർ ഓഫ് ആനിമൽസ് ഇൻറ്റു ടൈം ചെയ്യണം. അതായിരിക്കും ഇവരുടെ എന്റെ ബിന്റെ ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത്, റെന്റിന്റെ റേഷ്യോ. അപ്പം എക്ക് 21 ഹോഴ്സ് അവരെത്ര നാള് 6 മാസത്തേക്കും പ്ലസ് ബാക്കി എത്ര 15 കൗസ് അവര് 2 മാസത്തേക്കിനും. ബിക്കോ 15 കൗസ് 6 മാസത്തേക്കിനും പ്ലസ് ആൻഡ് അതുകൊണ്ട് പ്ലസ് 40 ഷീപ്പ് 7.5 മാസത്തേക്കിനും അല്ലെ. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 3 ഹോഴ്സസ് എന്ന് പറയുന്നത് 5 കൗവിന് ഈക്വൽ ആണെങ്കിലേ ഒരു ഹോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5/3 കൗ അല്ലേ. അതുപോലെ ഇവിടെ നോക്കിക്ക് 6 കൗവിന്റെ വാല്യൂ 10 ഷീപ്പ് ആണെങ്കിൽ ഒരു ഷീപ്പിന്റെ വാല്യൂ ഈ 10 6ന്റെ താഴെ എഴുതുക എത്ര 6/10 കൗവിന്റെ ഇക്വലന്റ് ആയിരിക്കും ഒരു ഷീപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് സാധനങ്ങൾ ഇത് ഇവിടെ എച്ചിനും എസിനും ഇട്ട് കൊടുക്കണം. അപ്പം ഞാനത് ഇട്ട് കൊടുക്കുവാണ്. അവിടെ എന്ത് വരും, എച്ചിന്റെ സ്ഥാനത്ത് ഒരു മിനിറ്റ് എച്ചിന്റെ സ്ഥാനത്ത് 5/3 വരും. ഓക്കെ ഇൻറ്റു 5/3 കൗ എന്ന് വരും. ഇനി ഇതിന്റെ സ്ഥാനത്ത് ഇൻറ്റു 6/10 സി എന്ന് വരും. എല്ലായിടത്തുനിന്നും സി അങ്ങ് വെട്ടിപ്പോവും. ഓക്കെ ഇനി 3 കൊണ്ട് വെട്ടാൻ നേരം 7, ഇവിടെ ഇതും പോയി. ഇനി എല്ലായിടത്തുനിന്നും 6 വെട്ടിക്കളയാം. ഇവിടുന്ന് 6 പോകുമ്പോൾ ഇവിടെ 2ഉം 15 × 30 അല്ലേ, അതിൽ നിന്ന് പോകുമ്പോൾ 5, ഇവിടെ ഒരു 6 വെട്ടിക്കളയാം. ഇവിടുന്ന് ഒരു 6 പോയി. ഇനി നോക്കിക്കേ 7 + 5 7 + 5 7 × 5 35, 5 40 ഈസ്റ്റു 15, 4 × 7 28 പ്ലസ് 4 × 0.5 2 30 30ഉം 15ഉം 45 വെട്ടിക്കളയുന്ന റേഷ്യോ എത്ര വരും, 8:9 എന്ന് വരും. അതായത് 8 + 9 17ൽ എത്ര പാർട്ട് ആയിരിക്കണം എയുടെ റെന്റ് എന്ന് പറയുന്നത് 8 അല്ലെ. അപ്പൊ 8/17 ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ടൈം ഇൻറ്റു ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രോഫിറ്റിന്റെ റേഷ്യോയ്ക്ക് പ്രപ്പോർഷണൽ എന്ന് പറയുന്നത് പോലുള്ള ഒരു സംഭവമാണ് ഇതും തന്നേക്കുന്നത്. ഓക്കെ അപ്പൊ അടുത്ത് അഗൈൻ ഈ സെയിം ക്വസ്റ്റ്യൻ നോക്കിക്കേ, എയും ബിയും അഗൈൻ റെന്റിന്റെ ക്വസ്റ്റ്യനാ. എയും ബിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഷിഫ്റ്റുകൾ കുറച്ചുകൂടെ ഫെമിലിയർ ആവാനായിട്ട് നമ്മൾ ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ വാട്ട് എവർ ദ കേസ് മേ ബി ഇനി അടുത്ത CGL ചോദിക്കുമ്പം ഇതുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. CPOയുടെ എക്സാം എഴുതിയവർക്ക് അറിയാം അല്ലെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ CGL ആണ് SSC നടത്തുന്ന എക്സാംസിൽ CPOനേക്കാളോ CPO കമ്പയറബിൾ ആയിട്ടൊരു ലെവൽ ഉള്ളത്. അപ്പം അവരത് മാക്സിമം നല്ല ലെവലിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ഈ പെർഫെക്റ്റ് സ്ക്വയർ പോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബട്ട് ബാക്കി മെജോറിറ്റി ഒരു 15 കഴിഞ്ഞിട്ട് 5 ക്വസ്റ്റ്യൻ എന്തായാലും മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കാണാം, നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തോണം, സ്പീഡ് വേണം, അതുകൊണ്ട് കാൽക്കുലേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തോണം. അപ്പൊ എ ആൻഡ് ബി റെന്റ് പാസ്റ്റ് ഒക്കെ യൂസസ് 16 കൗസ് ഫോർ ഡ്യൂറേഷൻ. അപ്പം 16 കൗ ഫോർ 3 months ആൻഡ് 20 ഷീപ്പ് ഫോർ 4 months ഈസ് ടു. ഇനി ബി 30 ഷീപ്പ് ഫോർ 6 months അല്ലെ. ഇനി 4 കൗ 8 ഷീപ്പിന് ഇതാണെന്നല്ല പറയുന്നത്. അപ്പം ഒരു ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഈ 8 4ന്റെ അടി കൊണ്ടുവന്നാൽ 4/8 കൗവിന് ഇക്വലന്റ് ആണ് ഒരു ഷീപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതായത് 1/2 എസിന്റെ അവിടെ 1/2 സി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 1/2 സി ഇൻറ്റു ഇവിടെയും 1/2 ഇൻറ്റു സി. സി എല്ലായിടത്തു നിന്നും വെട്ടിപ്പോവും. ഓക്കെ സി എല്ലായിടത്തു നിന്നും വെട്ടിപ്പോയി. ഇതുകൊണ്ട് വെട്ടുമ്പം 15, ഇതുകൊണ്ട് വെട്ടുമ്പം 10. ഇനി 6 വേണ്ട, 3 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 2 3 പറ്റത്തില്ല, 3 കൊണ്ട് പറ്റത്തില്ല. അപ്പൊ 2 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 3, ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പം 2, ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പം 8. 8 × 3 24, 2 × 10 20, 44 ഈസ്റ്റു 15, 3, 45. അതായത് ടോട്ടൽ 45, 44, 89ൽ എത്ര പാർട്ട് 44 പാർട്ട് റെന്റ് ആയിരിക്കണം എ കൊടുക്കേണ്ടത്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ കുറച്ച് ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ
നോക്കിക്കേ 18, 20, 22 ആവറേജ് ഏജസ്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദീസ് ത്രീ ഗ്രൂപ്പ്സ് ഈസ് 2, 3, 6. ഓവറോൾ ആവറേജ് എഗെയിൻ നമ്മൾ ഡീവിയേഷൻ നേരത്തെ ചെയ്തില്ലേ, ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തില്ലേ. അതുപോലെ 3 ഗ്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന്റെ ആവറേജ് 20, രണ്ടാമത്തേത് 20, മൂന്നാമത്തെ 22. ആദ്യത്തേതിന്റെ 18, രണ്ടാമത്തേത് 20, മൂന്നാമത്തേതിന്റെ 22. ഇവരുടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:5 അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അസ്യൂം ചെയ്യും. അസ്യൂംഡ് ആവറേജ് 20 എന്ന് എടുത്തു. ഇനി 18 മൈനസ് 20 എത്ര? -2. -2 ഇൻറ്റു 2 -4. നമ്മൾ നെറ്റ് ചേഞ്ച് അല്ലേ കണ്ടുപിടിക്കണേ, നെറ്റ് ചേഞ്ച്. ഇനി അഗൈൻ 20 മൈനസ് 20 0 ഇൻറ്റു 3, അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇനി 22 മൈനസ് 20 പ്ലസ് 2 ഇൻറ്റു 5 10. 2 ഇൻറ്റു 5 10 ബൈ 2 പ്ലസ് 3 5, 5 പ്ലസ് 5 10 അല്ലേ. നമ്മൾ ആരെയാണ് അസ്യൂംഡ് ആവറേജ് ആയിട്ട് കണക്കാക്കിയത്? 20. അപ്പൊ 20നേക്കാൾ എത്ര കൂടുതലാ എത്ര കുറവാ, അതായിരിക്കും നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. -4 10 6, 6/10 0.6. അപ്പം 20 പ്ലസ് അല്ലേ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത്, 20.6 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ഡീവിയേഷൻ കണ്ടോ, ഒരു ആവറേജിന്റെ ഡീവിയേഷൻ എന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഡീവിയേഷൻ മെത്തേഡ് അറിയാത്തവർ നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങളുടെ മെജോറിറ്റിയുടെ റിപ്ലൈക്ക് അനുസരിച്ച് ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാം. അത് കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ട സാധനമാണ്, പക്ഷേ ഇനി അങ്ങോട്ടുള്ള SSC എക്സാംസിന് ഹൈലി ഹൈലി ക്രൂഷ്യൽ ആണ്. കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിത് എഴുതി കാണിക്കുന്ന സമയം കൊണ്ടേക്കാൾ കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളായാലും അതിനേക്കാൾ പെട്ടെന്ന് ചെയ്യാനും പറ്റും നിങ്ങൾക്ക്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലെ അല്ല. അപ്പൊ ഒത്തിരി പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ പെർസെൻറ്റേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, കുറെ ഏരിയാസിൽ ആവറേജ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഡീവിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ തന്നെ ഒരു ഷിഫ്റ്റിൽ തന്നെ 3 ക്വസ്റ്റ്യൻ കിട്ടി. ആ ഒരു 3 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു 20-25 സെക്കൻഡ്സ് ലാഭിക്കാൻ പറ്റിയാൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ അല്ല, മാക്സിമം മിനിമത്തിന്റെ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാലോ. ആ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റാങ്കിനെ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പഠിക്കാതിരിക്കില്ല. ഡീവിയേഷൻ ക്ലിയർ അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗിനർ ആയിട്ടുള്ളവർ ഇത് കാണല്. നമ്മൾ മെയിൻലി അത്യാവശ്യം ബേസിക്സ് കഴിഞ്ഞവർക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഈ സീരീസ് കൊണ്ടുപോകുന്നത്. അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി ബേസിക്സ് ആയിട്ടുള്ളവർക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് ഉടനെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഡീവിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പരിഗണിക്കാം. നിങ്ങൾ കമന്റിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതെടുത്തിട്ട് പൊട്ടിക്കാം. ഓക്കെ, ഇപ്പൊ നോക്കിയോ, 11 നമ്പേഴ്സിന്റെ ആവറേജ് 68. ഇത് നോക്കി, ഇത് ആക്ച്വലി ഇത് പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ് എങ്കിലും നോക്കിക്കോ. ആദ്യത്തെ 5-ൻ്റെത് 63 അല്ലേ. അപ്പം ഇവരുടെ ഡീവിയേഷൻ ഡിഫറൻസ് എത്ര? അതായത് 63ഉം 68ഉം വ്യത്യാസം എത്ര? -5 ഇൻറ്റു 5. എത്ര നമ്പർ ഉണ്ട് ആ ഗ്രൂപ്പിൽ? 5. ഇനി അടുത്ത ഗ്രൂപ്പിന്റെ ആവറേജ് 72. 72 മൈനസ് 68 എത്ര? 4. അപ്പൊ +4 ഇൻറ്റു ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 5 അല്ലേ. പ്ലസ് ഇനി മൊത്തത്തിൽ ലാസ്റ്റ് 5ഉം ഫസ്റ്റ് 5ഉം 5 + 5 10 നമ്പറിലായിട്ടുള്ളൂ. മൊത്തത്തിൽ എത്ര നമ്പർ ഉണ്ട് ടോട്ടൽ? 2 ഗ്രൂപ്പ് ആകുന്നതിന് മുമ്പ് 11 നമ്പർ ഇല്ലായിരുന്നു. അപ്പൊ ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഈ നടുക്കുള്ള നമ്പർ 6th നമ്പർ, അതാണ് ലെഫ്റ്റ് ഔട്ട് ആയിട്ട് പോയത്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഡി എന്ന് എടുക്കുകയാണ്, ഡീവിയേഷൻ. അതിനെ ഡി എന്ന് എടുക്കുകയാണ്. നെറ്റ് ഡീവിയേഷൻ എത്ര ആയിരിക്കണം? 0. ആവറേജിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് നെറ്റ് ഡീവിയേഷൻ = 0. അപ്പം -5-5ഉം 4-5ഉം എത്ര? 4ഉം 5ഉം തമ്മിലുള്ള -5ഉം 4ഉം -1 ഇൻറ്റു 5. അപ്പം -5 + d 0 ആണെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? d = 5 എന്ന് വരും. അതിന്റെ അർത്ഥം എന്താ? ഡീവിയേഷൻ +5 ആണ്. ഓക്കെ, ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു. ആറാമത്തെ നമ്പർ എത്ര ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു? 5. +5 ആണോ -5 ആണോ? +5. അപ്പം 68 എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ മൈനസ് ചെയ്യുന്ന ആരെ വെച്ചിട്ടാ ചെയ്തേ? മൈനസ് ഈ 68നെ വെച്ചിട്ടല്ലേ. ആ 68നെ വെച്ച് ആറാമത്തെ നമ്പർ കമ്പയർ ചെയ്യാൻ നേരം എത്ര കൂടുതലാ? 5 കൂടുതൽ. 68നേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 73 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആക്ച്വലി ഇത് പെൻ ഫ്രീ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ഏതെങ്കിലും കാൽക്കുലേഷൻ വരുന്നുണ്ടോ? ഇല്ല. ഇതുവരെ 9 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ, 3 എണ്ണം നമുക്ക് കിട്ടി ഡീവിയേഷൻ വെച്ചിട്ട്. അതുകൊണ്ട് അത് പഠിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ കഴിഞ്ഞ ഏതോ ഷിഫ്റ്റില് 11ന്റെ ഡിവിസിബിൾ ആണോ ഇതിന് മുതൽ ഇവിടം വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഷിഫ്റ്റിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ 1, 2, 4, 5 ഷിഫ്റ്റ് ചെയ്യുന്നു. ബാക്കി ഒരു കമ്പൻഡിയം അല്ലെങ്കിൽ ഒരു ഇത് കോംപ്രിഹെൻസീവ് ആയിട്ട് കളക്റ്റീവ് ആയിട്ട് കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്തു പോകത്തേ ഉള്ള. അപ്പൊ 300ഉം
300-നടുത്തുള്ള 13ന്റെ മൾട്ടിപ്പിൾ 23, 299 അല്ലേ? അപ്പം ടേബിൾ പഠിച്ചോണം, ഞാൻ കഴിഞ്ഞ ക്ലാസ് മുതലേ പറയുന്നുണ്ട്. അപ്പം ഒരു 13 കൂടെ കൂട്ടാൻ നേരം 312 300 കഴിഞ്ഞാലുള്ള 13ന്റെ മൾട്ടിപ്പിൾ. 450 എന്ന് പറയുമ്പം 13, 2, 3, 39, 60, 60-നകത്ത് 4, 52, 8. അപ്പൊ 41 സമയം എന്താണ്? 442 അല്ലെ? അപ്പൊ ലാസ്റ്റ് ടൈം ഇത്, ഫസ്റ്റ് ടൈം ഇത് അല്ലെ? ആവറേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം പ്ലസ് ഫസ്റ്റ് ടൈം ബൈ 2 അല്ലേ? ഇതെല്ലാം ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് ഇവിടുന്ന് തന്നെ എടുക്കാം. 312ന്റെ പാതി, 300ന്റെ പാതി 150, 12ന്റെ പാതി 6. അപ്പൊ 156 പ്ലസ് ഇതിന്റെ പാതി എത്ര? 221. 6ഉം 1ഉം 7, 2ഉം 5ഉം 7, 2ഉം 1ഉം 3. എത്ര വരും? 377 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ചെയ്യേണ്ട. ഇതാകുമ്പോൾ, കാരണം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഈ പാതി എടുക്കുന്നതിൽ ഒരു പൊടിക്ക് ബുദ്ധിമുട്ട് കാണും. അത് ആ പൊടിക്കുള്ള ബുദ്ധിമുട്ട് കുറെ ക്വസ്റ്റ്യൻസിൽ മാറ്റി മാറ്റി വരുമ്പോൾ കുറച്ച് ചങ്ക് ഓഫ് ടൈം നമുക്ക് ഇതായിട്ട് കിട്ടുക. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് ചെയ്താൽ 312ഉം 2ഉം 2ഉം 4, 4ഉം 1ഉം 5, 4ഉം 3ഉം 7, 754/2. അപ്പം 54ന്റെ പാതി 27, 700ന്റെ പാതി 350. 350ഉം 377 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ, എളുപ്പമാണ്. ഇപ്പൊ 12.5% എന്ന് വെച്ചാൽ 1/8 അല്ലെ? 1/8 ഇൻറ്റു 560. ഈ 8ഉം 560 കൊണ്ട് കിട്ടും 70 പ്ലസ് 66 ഇൻറ്റു 2/3 എന്ന് വെച്ചാൽ 2/3 അല്ലേ? ഫ്രാക്ഷൻ ഇൻറ്റു 240. ഈ 3 കൊണ്ട് 240 വെട്ടാൻ നേരം 80, 80 ഇൻറ്റു 2 160. എത്ര? 160ഉം 70ഉം ആൻസർ 230 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വെണ്ടർ സെൽസ് 500 ഷർട്ട് സെറ്റ് 500 ഈച്ച്. ഓക്കെ, ഓരോ ഷർട്ടിന് 500 രൂപ. ഒരു ഷർട്ടിന് 2% കമ്മീഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ 2% എന്ന് പറഞ്ഞാൽ എത്ര? ഈ 0 പോയി 2 ഇൻറ്റു 5 10. ഒരു ഷർട്ടിന് 10 കമ്മീഷൻ കിട്ടും. ടൈസ് 150 ഈച്ച് ആണ്. ഒരു ടൈക്ക് 150 രൂപയാണ് വില. 12% കമ്മീഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ 12/100 എന്ന് പറഞ്ഞാൽ 3/2, 6, 6 ഇൻറ്റു 3 18. ഒരു ടൈക്ക് 18ഉം ഒരു ഷർട്ടിന് 10 രൂപയാണ് കമ്മീഷൻ കിട്ടുന്നത്. അങ്ങനെ എത്ര ഷർട്ട് വിറ്റു? 3. അപ്പൊ ഇൻറ്റു 3, 3 ഷർട്ടിന് 30 രൂപ കമ്മീഷൻ. പ്ലസ് 4 ടൈ ഉണ്ട്. ഓക്കെ, ഒരു ടൈക്ക് 18, അങ്ങനെ 4. അപ്പൊ 72 പ്ലസ് 30 എത്ര വരും? 102 രൂപയാണ് ഒരു ദിവസം കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ 30 ദിവസം കൊണ്ട് എത്ര? ഒരു ദിവസത്തെ വാല്യൂ ഇൻറ്റു 30 അല്ലേ? അപ്പം 0, ഒരു 0 വരണം. 3 ഇൻറ്റു 2 ഇപ്പുറത്ത് 6ഉം വരണം. ഓപ്ഷൻ നോക്കിക്കേ, ഏതാ? ഇതാണോ? അല്ല, ഒരു 0. ഇതിന് 3 0 ഉണ്ട്, വേണ്ട, ഇത് വേണ്ട. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് സെല്ലർ 5% ലോസിൽ വിറ്റ് കോസ്റ്റ് പ്രൈസ് 20% ലെസ് ദാൻ ആക്ച്വൽ വെയിറ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 100 രൂപ നമുക്ക് വേണ്ടത് എന്താ? കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് വേണം അല്ലെ? അപ്പൊ റേഷ്യോ മെത്തേഡ് എടുക്കാമല്ലോ. 100 രൂപയുടെ സാധനം, ഓക്കെ, 5% ലോസ് എന്ന് വെച്ചാൽ 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാ കൊടുത്തേ? 95 രൂപയ്ക്കാ കൊടുത്തേ. അതുകൊണ്ടല്ലേ 5% നഷ്ടം വന്നേ. ഇനി വെയിറ്റ് 20% ലെസ് എന്ന് പറഞ്ഞാൽ 20% ലെസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിന്റെ, അല്ലെങ്കിൽ 100 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ വന്നാൽ അല്ലെ, 100 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പൈസ തന്നു. പക്ഷെ ഞാൻ 100 ഗ്രാമിന് പകരം ഇതിന്റെ 20% കുറച്ചിട്ട്, എത്ര ഗ്രാമേ കൊടുത്തുള്ളൂ? 80 കൊടുത്തുള്ളൂ. 80 വിറ്റ് 100ൻ്റെത് വാങ്ങിച്ചു. അപ്പൊ 100 എക്സ്പയർഡ് അടിയിലും കോസ്റ്റ് പ്രൈസ്. ആക്ച്വലി എനിക്ക് കയ്യിൽ നിന്ന് പോയതല്ലേ കോസ്റ്റ് പ്രൈസിന്റെ അടിയിൽ ഞാൻ എഴുതേണ്ടത്. എന്റെ കയ്യിൽ നിന്ന് ആക്ച്വലി ചെലവായത് അതെത്ര? 80. അപ്പൊ 80 പോയി, 100 കിട്ടി. 100ഉം 100ഉം പോയി. 5 കൊണ്ട് കിട്ടുമ്പോൾ 16, 5 കൊണ്ട് കിട്ടുമ്പോൾ 19. അപ്പൊ 16ൽ 3 കൂടി, അതല്ലേ 19 ആയി. അപ്പം 16ൽ 3 കൂടി, അതാണ് എന്റെ പ്രോഫിറ്റ്. 16ൽ 3 രൂപ ലാഭം. പെർസെന്റേജ് ആക്കാൻ ഇൻറ്റു 100, 4 കൊണ്ട് കിട്ടുമ്പോൾ 4, 4 കൊണ്ട് കിട്ടുമ്പോൾ 25, 25 3 75, 75/4 എന്ന് വെച്ചാൽ 18 ഇൻറ്റു 4 72 അല്ലേ? അപ്പൊ 18 പോയിന്റ് സംതിങ്, 18.75 വരും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോഫിറ്റ് മേഡ് ഓൺ ആൻ ഐറ്റം. ഓക്കെ, ഒരു സാധനം 2200 രൂപയ്ക്ക് വിറ്റു. ആ സെയിം സാധനം, അപ്പം ലോസ് ഉണ്ടായി. ആ സെയിം സാധനം 1800-ന് വിട്ടപ്പം, 2200-ന് വിട്ടപ്പം ലാഭം ഉണ്ടായി. ആ ലാഭം എന്ന് പറയുന്നതാണ് 1800-ന് ആ സെയിം സാധനം വിറ്റപ്പോൾ ഉണ്ടായ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ?
സീപ്പ് സെയിം അല്ലേ? അപ്പൊ നമ്മൾ ഈ കോമൺ പ്രോബ്ലം കുറെ ചെയ്തതാണല്ലോ. ഇത് ഇപ്പോഴത്തേക്കിന് ഞാൻ എങ്ങനെ വരുന്നതെന്ന് കാണിക്കാം. ലാഭം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ? ഇതായിരിക്കും അടുത്ത കേസിലെ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം ഇതെന്താ, ലോസ് അല്ലേ? ലോസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1800 ആയിരിക്കും. അതായത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. നമ്മളിവിടെ കോസ്റ്റ് പ്രൈസിനെ എക്സ് എന്നാ എടുത്തത്, ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പുറത്ത് വരുമ്പോൾ 2x ആവും, ഇപ്പുറത്ത് മൈനസ് 1800, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1800 ആവും. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4000 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2000. അപ്പൊ നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പാതി എടുത്തോണം. 2200 1800 അതായിരിക്കും ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഇത് വിറ്റത് എത്ര രൂപയ്ക്ക്? 2050 രൂപയ്ക്ക്. അപ്പൊ എത്ര? 2000-ന് വാങ്ങിച്ചു, 2050-ന് ഇനി ഒന്നുകൂടെ വിറ്റു. മൂന്നാമത്തെ തവണ ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പൊ എത്ര രൂപയാ ലാഭം? 50 രൂപ ലാഭം. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചപ്പം? 2000 രൂപയ്ക്ക് വാങ്ങിച്ചപ്പം. ഈ 2000-ൽ 50 ലാഭം കിട്ടി. പെർസെന്റേജ് ആക്കാൻ ഇൻറ്റു 100. 3 0 പോയി, 3 0 പോയി. 5/2 എന്ന് വെച്ചാൽ 2.5 രൂപ ലാഭം. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എക്സാമിന് ഈ ഒരു അപ്രോച്ചിലായിരിക്കണം ചെയ്യേണ്ടത്. കുറച്ച് പേരുടെ മെസ്സേജ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് എലാബറേഷൻ കുറയ്ക്കാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ നമ്മൾ മുമ്പേ അങ്ങനെ ചെയ്തേ, പക്ഷെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. ഒത്തിരി ലെങ്ത് ആവണ്ടെന്നും കൂടെ വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അതുകൊണ്ട് എക്സാമിന് എങ്ങനെയാണോ അതുപോലെ ഒരു അപ്രോച്ചിലാണ് ഞാൻ പോകുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു റീറ്റെയിലർ ഫോൺ സെൽസ് ഫോർ പി, പ്രോഫിറ്റ് 20%. അപ്പൊ 20%-ന്റെ ഫ്രാക്ഷൻ എത്ര? 1/5 അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? 5-ന് വാങ്ങിച്ചാൽ 1 ലാഭം കിട്ടി. അപ്പൊ 5 + 1 6 എന്റെ എസ് പി എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ 6-ന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നത്? പി, സെല്ലിംഗ് പ്രൈസ് പി. അപ്പൊ എന്റെ സി പി എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ, ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 6 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര? 5 അല്ലേ? അപ്പൊ 5/6 ഓഫ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഫെസ്റ്റീവ് ഓഫറിൽ ഈ മേക്ക് ദ സെയിം ഫോൺ അറ്റ് 1.5. എന്റെ മാർക്ക്ഡ് പ്രൈസ്, അതായത് വിൽക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്ത് ഒട്ടിച്ചു വെക്കാനായിട്ട് ലേബലിൽ എത്ര ഒട്ടിച്ചു വെച്ചേ? 1.5 പി എന്ന് എടുത്തിട്ടു. ഇനി ഇവിടുന്ന് ഞാൻ ഇനി ഒരു, അതായത് ഇനി ഒന്നുകൂടെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ഇനി വേറൊരു രീതിയിൽ വിൽക്കാൻ പോവുക. അതിൽ ഞാൻ സെല്ലിംഗ് പ്രൈസ് ന്യൂ എന്ന് എടുത്തു. അത് കൊടുക്കുന്നത്, അത് വിൽക്കുന്നത് എത്രയാണ്? ഈ മാർക്ക്ഡ് പ്രൈസിന്റെ 10% ഡിസ്കൗണ്ട് പോയിട്ടാ. 10% പോയാൽ ബാക്കി എത്ര ശതമാനത്തിനാ വിൽക്കുന്നത്? 90%. 90% എന്ന് വെച്ചാൽ എത്ര? 9/10. എന്തിന്റെ 9/10? മാർക്ക്ഡ് പ്രൈസിന്റെ 9/10 ഞാൻ ഇനിയും വിൽക്കുന്നത് അല്ലെ? ഇതല്ല എന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനിയും എനിക്ക് വേണ്ടത് പെർസെന്റേജ് അല്ലേ ഓഫ് പ്രോഫിറ്റ് അല്ലെ? അപ്പം ആദ്യം SP/CP അങ്ങ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ താഴെ അങ്ങ് SP എഴുതി പോയാൽ അത്ര എളുപ്പം. കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാനിപ്പോൾ അത് എഴുതാം. അപ്പം 1.5 ഇൻറ്റു 9/10 കോസ്റ്റ് പ്രൈസ് എത്ര? പി ഇൻറ്റു, ഇവിടെ പി ഉണ്ട്, സോറി, പി ഇൻറ്റു 5/6. ഓക്കെ, ഇതല്ലേ? പിയും ബിയും പോയി, ഇതുകൊണ്ട് വെട്ടാൻ നേരം 0.3. ഇനി 6 ഇൻറ്റു 3 18. 18 9 എത്ര? 162. 162. ഇവിടെ വേണ്ട, ഇവിടെ വെട്ടാം. 3 2 കൊണ്ട് വെട്ടുമ്പോൾ 3, 2 കൊണ്ട് വെട്ടുമ്പോൾ 5 അല്ലേ? അപ്പം 3 ഇൻറ്റു 3 9 ഇൻറ്റു 3 8.1/5 എന്ന് വരും. അതായത് 81/50 എന്ന് വരും. അതായത് എത്ര ലാഭം കിട്ടി? 31 ലാഭം കിട്ടി. എത്രയിന് വാങ്ങിച്ചപ്പം? 50-ന് വാങ്ങിച്ചപ്പം. 50-ൽ 31 ലാഭം. പെർസെന്റേജ് കാണാൻ ഇൻറ്റു 100. അതായത് എത്ര വരും? ഇത് എത്ര വരും? 62% എന്ന് വരും. 62% എന്ന് വെച്ചാൽ ഓപ്ഷനിൽ 0.62. അവരതിന്റെ ഫ്രാക്ഷൻ ഫോർമാറ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. പെർസെന്റേജിനെ ബൈ 100 ചെയ്യുമ്പോഴല്ലേ ഫ്രാക്ഷൻ കിട്ടുന്നത്. 62/100 ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ 16. 25% എബോവ് കോസ്റ്റ് പ്രൈസ് മാർക്ക്ഡ് ഐറ്റം. ഓക്കെ, ഡ്യൂറിംഗ് ദി ഓഫർ ഡിസ്കൗണ്ട് ഓഫ് 10%. വാട്ട് വാസ് ഇസ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം 25% എന്ന് വെച്ചാൽ 1/4 അല്ലേ? അപ്പൊ 4-ന് വാങ്ങിച്ചു, മാർക്ക് ചെയ്തു, അതായത് കൂട്ടി എന്നല്ലേ അർത്ഥം. 1 കൂട്ടിയാൽ 5. 4-ന് വാങ്ങിച്ചു, 5-ന് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഓക്കെ, നെറ്റ് CP/SP നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. ഇതിന് ഡിസ്കൗണ്ട് കൊടുത്താൽ 10% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് വെച്ചാൽ 10-ന്റെ സാധനം എത്രന് വിറ്റു? 9-ന് വിൽക്കാനായിട്ട് പ്ലാൻ ഇട്ടു. അതല്ലേ അർത്ഥം 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ. കാരണം 1/10 അല്ലേ 10-ന്റെ ഫ്രാക്ഷൻ. 10-ന് ഉള്ള സാധനം 1 കുറച്ച് 9-ന് കൊടുത്തു. ഇനി ഇത് വെട്ടുമ്പം
2 4 ഇൻറ്റു 2 8:9 ആയിരിക്കും എന്റെ CP/SP അല്ലെ. അതായത് എട്ടിൽ എത്ര ലാഭം കിട്ടി? 9 ആവണമെങ്കിൽ 1 കൂടണം. അപ്പൊ 1 കൂട്ടിയതാണ് ലാഭം. 1/8 എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആയിരിക്കും 1/8ന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ മാർക്സ് ഹിസ് ഗുഡ്സ് അറ്റ് 60%. ഇത് എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആടാ അല്ലേ? ആവറേജും പ്രോഫിറ്റ് ആൻഡ് ലോസും ചില ഷിഫ്റ്റിൽ അരിത്തമെറ്റിക്കിന് വെയിറ്റേജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതാണെന്ന് വെച്ചിട്ട് പോകല്ലേ ഏതോ 23rd ഏതോ ഒരു ഷിഫ്റ്റിൽ ജോമെട്രി മെൻസുറേഷൻ ആയിരുന്നു കൂടുതൽ ചോദിച്ചാൽ. നിങ്ങൾ ഓവറോൾ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ മെൻസുറേഷൻ ആണ് 2Dയും 3Dയും. ജോമെട്രി കഴിഞ്ഞാൽ മെൻസുറേഷൻ 2D പിന്നെ 3D അങ്ങനെ കിടക്കുന്നത്. അതായത് 2Dയും 3Dയും കൂടെ ആഡ് ചെയ്താലും മെൻസുറേഷൻ എന്നുള്ള ഒരു ഒറ്റ ടോപ്പിക് ആയി കഴിഞ്ഞാൽ മെൻസുറേഷൻ ഈസ് ഓൾവേസ് ദ കിങ് ഈ കൂടുതൽ ചോദിക്കുന്ന കേസിൽ. പക്ഷെ ചില ഷിഫ്റ്റിൽ ഇതുപോലത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ അരിത്തമെറ്റിക് ആയിരിക്കാം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നത് മാത്രം ഒന്നും ആരും പഠിച്ചുകൊണ്ട് പോകരുത്. എനിക്കറിയാവുന്ന മിക്ക പിള്ളേരും ഓൾജിബ്രയോ അല്ലെങ്കിൽ ജോമെട്രിയോ ഒക്കെ പിന്നെ പഠിക്കുക, അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഒക്കെ പിന്നെ പഠിക്കുക. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്നിരിക്കും. ട്രസ്റ്റ് മീ, നിങ്ങൾ അത് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തത്തില്ല ആ ഒരു ടോപ്പിക്സിൽ. അവിടെ തന്നെ ഇരിക്കും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പേടിയാണെന്ന് പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് പേടിപ്പിച്ച് സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതാക്കും. അത് ചെയ്യരുത്. എല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കണം. അതിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് തേച്ചും എനിക്ക് വെച്ചേക്കണം. ഓക്കെ, അത് എല്ലാവരും ചെയ്യുന്ന ഒരു പാർട്ടാണ്. എനിക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം, മാത്സ് ആയിരിക്കാം, ഏതാണോ സബ്ജക്ട് അതും ടോപ്പാക്കി വെക്കുക. ഇനി വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ടോപ്പ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. മാത്സ് വീക്ക് ആണെങ്കിൽ അതിൽ അരിത്തമെറ്റിക് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. എങ്കിൽ അത് തേച്ചും എനിക്ക് വെക്കുക. മറ്റേത് നോക്കാതെ വിടല്, പഠിച്ചോണം. ഓക്കെ, അപ്പോൾ 60% പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വെയിറ്റേജ് ആണെന്ന് ഈ ഒരു ഷിഫ്റ്റ് കഴിയുമ്പോൾ തോന്നും. ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഷിഫ്റ്റിൽ വേറെ കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും കൂടുതൽ. അപ്പൊ ഷിഫ്റ്റിന്റെ ലക്ക് വെച്ചിട്ട് ജയിക്കാനായിട്ട് ഇരിക്കല്ലേ, എല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിച്ചോണേ. അപ്പം ഹി അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 25% ഓഫ് മാർക്ക് പ്രൈസ്. ഓൾസോ ഗിവ്സ് അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫ് 150. അപ്പൊ നോക്കിയേ, എന്റെ കോസ്റ്റ് പ്രൈസ് 80 ആണെങ്കിലും 60% എന്ന് വെച്ചാൽ 3/5 അല്ലേ. 3/5 കൂട്ടി കോസ്റ്റ് പ്രൈസിനേക്കാൾ. അപ്പൊ 5+3 എത്ര ആയി? 8/5 ആയി. ഇതാണ് എന്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. എന്ത്? എക്സിന്റെ 8/5 അല്ലെ. ഇനി ഡിസ്കൗണ്ട് 25 കൊടുത്തു കഴിഞ്ഞാൽ 25ന്റെ ഫ്രാക്ഷൻ 1/4. 1/4 പോയി കഴിഞ്ഞാൽ ബാക്കി 3/4. അപ്പം ഇതിന്റെ എക്സിന്റെ 8/5ന്റെ 3/4 ആയിരിക്കും. ഇതായിരിക്കും എന്റെ എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്ത് ചെയ്തു? ഇത് കൂടാതെ ഒരു 150 രൂപയും കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു, -150. ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് എത്ര ലാഭം കിട്ടി? 14% ലാഭം കിട്ടി. അതായത് ലാഭം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 14% അല്ലേ. നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് എഴുതല്ല എക്സാമിന്. അതായത് 14% കൂടി എത്ര ആയി? ഇതേ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ കോസ്റ്റ് പ്രൈസിന്റെ 14%. ഇതൊന്നിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ഇൻറ്റു 114/100 എന്ന് എഴുതാൻ പറ്റും. എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ എത്ര ആണോ പ്രോഫിറ്റ് അത്രയും തന്നെ 100ന്റെ കൂടെ കൂട്ടി ശതമാനമായിട്ട് പറഞ്ഞോണം. പ്രോഫിറ്റ് 20% ആണെങ്കിൽ ഇപ്പം സെല്ലിംഗ് പ്രൈസ് എത്ര ആയി എന്ന് പറഞ്ഞോണം? കോസ്റ്റ് പ്രൈസിന്റെ, ശ്രദ്ധിച്ചു കേൾക്കണം, കോസ്റ്റ് പ്രൈസിന്റെ 120% എന്ന് കരുതിക്കോണം. അതായത് 100 + 20 അതല്ലേ 120. ഇനിയും കുറഞ്ഞുവാണെങ്കിൽ ഇതിപ്പം ലോസ് ആണ് 20% എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100ൽ 20 പോയാൽ 80% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അത് പെർസെന്റേജിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ചെയ്യാം. 2 അപ്പം 6 അല്ലേ. 6 ഇത് ഇപ്പുറത്തോട്ട് വരണം, ഇത് ഇപ്പുറത്തോട്ട് പോകണം. അപ്പൊ 150 അപ്പുറത്തോട്ട് പോകുമ്പോൾ -150 അപ്പുറത്തോട്ട് പോകുമ്പോൾ 150. ഇത് അപ്പുറത്തോട്ട് വരുമ്പോൾ അടിയിൽ ഞാൻ 100 LCM ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ 5നെ ഇൻറ്റു 20 ഇടാം. അപ്പൊ മണ്ടയിലും ഒരു 20 കൊണ്ട് മൾട്ടിപ്ലൈ. ഇപ്പൊ അവിടെ അടിയിൽ 100 ആയില്ലേ കോമൺ ഡിനോമിനേറ്റർ. ഇവിടെ എക്സ് ഇൻറ്റു 20 ഇൻറ്റു 6 120 അല്ലേ. ഇവിടെ 114. 120ൽ 114 പോകുമ്പോൾ 6x വാല്യൂ 150 എന്ന് കിട്ടും. ഇതുകൊണ്ട് വെട്ടുമ്പോൾ 25. അതായത് എക്സിന്റെ വാല്യൂ 25 × 100 2500. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി അപ്രോക്സിമേറ്റ് കിലോഗ്രാം 45/kg ഷുഡ് ബി മിക്സ്ഡ് വിത്ത് 25 കിലോഗ്രാം. ഇത് റേറ്റ് ഹൗ മെനി ഇത് തന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് 45 rupees/kg ആണ്. അതിന്റെ വാല്യൂ അറിയത്തില്ല എത്ര എടുത്തു എന്നുള്ളത്. എക്സ് കിലോഗ്രാം എടുത്തു. ഇനി സെക്കൻഡ് ടൈപ്പ് 25 കിലോഗ്രാം എടുത്തു. ഓക്കെ, അത് എത്ര രൂപയാ? പെർ കിലോഗ്രാം 32. റേറ്റ് ആണ് ഇവിടെ എഴുതുന്നത്. അലിഗേഷന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി 15% ഗെയിനിന്ന് 437 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. 15% എന്ന് വെച്ചാൽ എത്ര? 3/20 അല്ലേ. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ അപ്പം +3. അതായത് 20 കോസ്റ്റ് പ്രൈസ് എങ്കിൽ 20 + 3 23 എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഈ 23 എന്നുള്ള നമ്പർ സെല്ലിംഗ് പ്രൈസിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര? 437.
43.73 ഇവിടെ എന്ത് വരണം? സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസ് വരണം. ആദ്യത്തെ കോസ്റ്റ് പ്രൈസും രണ്ടാമത്തെ മിക്സറിന്റെ കോസ്റ്റ് പ്രൈസും കൂടെ ചേരുമ്പം കമ്പൈൻഡ് കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇത് ഡയറക്റ്റ് 23ന്റെ ടേബിൾ ഞാൻ പറഞ്ഞില്ലേ, 17, 19, 23, 11, 13 ഒക്കെ മസ്റ്റ് ആണ്. അപ്പം ഇതിപ്പോ എത്ര? 23ന്റെ 9, 9 പറ്റത്തില്ല, അപ്പൊ 19. അപ്പൊ 1.9 ഇൻറ്റു 2 38 വരും. അപ്പം 38ഉം 32ഉം തമ്മിലുള്ള വ്യത്യാസം 6, 38ഉം 45ഉം തമ്മിലുള്ള വ്യത്യാസം 7. അപ്പൊ ഈ റേഷ്യോ എത്ര വരും? 6:7 എന്ന് വരും അല്ലെ? ഈ 7 ആണ് 25. അതായത് 7 യൂണിറ്റ് 25 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരുവാടാ? 25/7 അല്ലേ? അങ്ങനെ നമുക്ക് വേണ്ടത് എത്ര? 6 യൂണിറ്റ്സ്. ഈ 45 രൂപ പെർ കിലോഗ്രാമിന്റെ ടൈപ്പ് പ്രോഡക്റ്റ് എത്ര കിലോഗ്രാം എടുത്തു? എക്സ് കിലോഗ്രാം എടുത്തു. അത് കിട്ടാൻ ഇൻറ്റു 6 ചെയ്യുക. അപ്പൊ 150/7 വരും. ഓക്കെ, 150/7 എന്ന് വെച്ചാൽ 168 പറ്റത്തില്ല, 28. അപ്പൊ എന്തായാലും അപ്രോക്സിമേറ്റ് അല്ല ചോദിച്ചേക്കുന്നത്. 25x6 150, 25x7 175. അപ്പം തൊട്ട് താഴെ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. 21x7 എന്ന് വെച്ചാൽ 147. ഓക്കെ, അപ്രോക്സിമേറ്റ് അല്ല ചോദിച്ചേക്കുന്നത്, അപ്രോക്സിമേറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത യെസ്. ഹായ്, ഇതെന്ത് ക്വസ്റ്റ്യൻ? 7ഉം 24 അല്ലെ? എപ്പോഴും ഒരു കോണിന്റെ 2D ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണെങ്കിൽ, ഇത് ഹൈറ്റ് ആണെങ്കിൽ 24 ആണെങ്കിൽ, ഇതിന്റെ റേഡിയസ് 7 ആണെങ്കിൽ 7, 24 ഡാഷ് എത്ര വരണം? 75. നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു സാധനമാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അതായത് എപ്പോഴും റേഡിയസ്, ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് എപ്പോഴും ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിട്ടായിരിക്കത്തില്ല വരുന്നത്. അപ്പൊ 7, 24, 25 സ്ലാൻഡ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനെ പെട്ടെന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 2. ഓക്കെ, എ എന്ന് പറയുന്ന ആള് 5000 രൂപ ബിക്ക് കൊടുത്തു 2 വർഷത്തേക്ക്. ഓക്കെ, ഇനി സിക്ക് 3000 രൂപ കൊടുത്തു 4 വർഷത്തേക്ക്. ബോത്ത് അറ്റ് ഈച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് സെയിം 6 ആണ്, റേറ്റ് ആണ്. അപ്പൊ ഞാൻ റേറ്റ് പെർസെന്റേജ് സപ്പോസ് 6% എന്ന് എടുക്കുകയാണ് ടോട്ടൽ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു വർഷം 6% ആണെങ്കിൽ, ക്യാപിറ്റൽ ആർ പെർസെന്റേജ് ആണെങ്കിൽ, അതാണ് ഈ 6 എന്ന് ഉദ്ദേശിച്ചത്, 6 അല്ല. റേറ്റ് പെർസെന്റേജ് 6 ആണെങ്കിൽ 6 × 2 2R പെർസെന്റേജ് ഓഫ് 5000. അതല്ല ബിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ബി പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് സി എന്ന് പറയുന്നത് എത്ര വരും? 2200 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി. ഇത് എത്ര വരും? 5000ന്റെ 2R പെർസെന്റേജ്. അപ്പൊ അടിയിലെ 2 പൂജ്യം, ഇതിന്റെ 2 പൂജ്യം പോയി. 2R × 50 എത്ര? 150 R. അത് ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചോണേ. ഇതും ആക്ച്വലി ഒരു പൊടിക്ക് പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ 4 × R പെർസെന്റേജ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിക്ക് പിടിക്കുന്ന ഇൻട്രസ്റ്റ് ഒരു വർഷം 6 വെച്ചിട്ട് 4 കൊണ്ട് 4 × R പെർസെന്റേജ് എത്ര? 4 × 30 120 R എന്ന് പറയുന്നത് വാട്ട് ഈസ് റേറ്റ് ഓഫ് 30 × R = 2200 ആണ്. ഇത് എത്ര വരും? 270 R അല്ലേ? 2 years റിസീവ്ഡ്. അപ്പം അയ്യോ, ഇത് 100 ആണേ, ഇത് 150 അല്ല, 100. സോറി. അപ്പൊ 100 R 120 R 220 R എന്ന് പറയുന്നത് 2200 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എത്ര വരൂടാ? 10 അല്ലേ? 220നെ ഇൻറ്റു 6 ചെയ്യുമ്പോൾ 2200 വരണമെങ്കിൽ 10% ആയിരിക്കും. 10% എന്ന് വെച്ചാൽ 1/10 വിച്ച് കറസ്പോണ്ട്സ് ടു 0.1 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഷിഫ്റ്റ് നോക്കിയപ്പം പെർസെന്റേജ് വാല്യൂസ് അവരെന്തായിട്ടാണ് ചോദിച്ചേക്കുന്നത്? ഡെസിമൽ അല്ല ഫ്രാക്ഷൻ ഫോർമാറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഫ്രാക്ഷൻ ചോദിച്ചാലും പെട്ടെന്ന് പെർസെന്റേജ് ചോദിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെർസെന്റേജിൽ ഫസ്റ്റ് ചാർട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ട്രയാങ്കുലർ പ്രിസം ഹാസ് ആൻ ഏരിയ ഓഫ് 25 cm². ഓക്കെ, അപ്പൊ ഹൈറ്റ് 20% കൂട്ടി. വോളിയം എപ്പോഴും ഒരു പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? കോമൺ ഫോർമുലയാണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്ര? 25 ആണ്, ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്ര ആയിരുന്നു? ആദ്യം 10 ആയിരുന്നു. ഇപ്പൊ എത്ര കൂടി? 20% കൂടി. 20% എന്ന് വെച്ചാൽ 1/5 കൂടി, അതായത് 5ൽ 1 കൂടി. ഇപ്പൊ എത്ര ആയി? 5ൽ 6 ആയി എന്നർത്ഥം അല്ലെ? ഇതുകൊണ്ട് വെട്ടുമ്പോൾ 2 12 × 25 300 ആയിരിക്കും. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അഗെയിൻ സക്സസീവ് പെർസെന്റേജ് ഇൻക്രീസ്. പെർസെന്റേജിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെ വേണ്ട എല്ലാ അരിത്തമെറ്റിക്കിലും പെർസെന്റേജ് ആണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 10% കുറഞ്ഞു സർക്കുലർ ഡിസ്ക്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ എത്ര? πr² അല്ലെ? അപ്പം ഈ r², അതായത് ഏതൊരു ഫോർമുലയിലും ഉള്ള വേരിയബിൾസ്, ഈ ആർ എന്ന് പറയുന്നതല്ല വേരിയബിൾ, പൈ കോൺസ്റ്റന്റ്.
അപ്പൊ വേരിയബിളിന്റെ പവർ എത്രയാണോ അത്രയും തവണ സക്സസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഈ പൈ ആർ സ്ക്വയറിൽ വരുന്നത്. ആറില് 2 തവണ ഉണ്ടെങ്കിൽ ആ റേഡിയസ് 2 തവണ സക്സസീവ് ആയിട്ട് ചേഞ്ച് ചെയ്താണ് ഏരിയയിലെ പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ വോളിയം അല്ലേ 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 അപ്പം ഈ ആർ എന്ന് പറയുന്നത് 2 തവണയുണ്ട്, എച്ച് എന്ന് പറയുന്നത് 1 തവണയുണ്ട്. അപ്പം 2 തവണ റേഡിയസിലുള്ള പെർസെൻറ്റേജ് സക്സസീവ് ചേഞ്ച് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. അത് എക്സ് ആണെങ്കിൽ അതും ഈ ഹൈറ്റിന്റെ പവർ എത്ര ഒന്നല്ലേ, അതും അതായത് ഹൈറ്റിലുള്ള സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചും കൂടെ പിന്നെയും എക്സ് പ്ലസ് വൈ ബൈ 100 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 10% 2 സക്സസീവ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ -10 പ്ലസ് 10 ഇൻറ്റു 10/100 എത്ര വരും? -20 പ്ലസ് 1 19% നെറ്റ് ഡിക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മാർക്ക് ഫോർ റിവ്യൂ ഇതെന്തായാലും അവസാനം വന്നതാണ്, അതുകൊണ്ട് വലിയ സീൻ കാണത്തില്ല. ഒരു ബിൽഡറിന് 100 മീറ്റർ ഫെൻസിങ് വയർ ഉണ്ട്. അയാൾക്ക് അത് ഹി ക്യാൻ യൂസ് ദിസ് വയർ ടു എൻക്ലോസ് എ സർക്കുലർ ഗാർഡൻ ഓർ ആൻഡ് അല്ല കേട്ടോ ഓറ എ സ്ക്വയർ ഗാർഡൻ. അപ്പൊ ഒന്നെങ്കിൽ ഈ 100 മീറ്റർ ഫെൻസിങ് വയർ എന്തായിട്ട് ഉപയോഗിക്കാം? സർക്കുലർ ഗാർഡനെ എൻക്ലോസ് ചെയ്യാം. അപ്പൊ എൻക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ സർക്കിളിനെ വലം വെക്കുക എന്നർത്ഥം. സർക്കിളിന്റെ ചുറ്റും ഉണ്ടാക്കുകയാണെങ്കിൽ സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആയിട്ട് എന്തിനെ ഉപയോഗിക്കാം? ഈ 100 മീറ്ററിനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ. സ്ക്വയർ ഗാർഡന്റെ ചുറ്റുമാണെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്ര? ഒരു സൈഡ് എ ആണെങ്കിൽ 4 ഇൻറ്റു എ ആയിരിക്കും ഈ 100 ആയിട്ട് വരുന്നത്. അപ്പൊ എന്റെ വാല്യൂ എത്ര വരും? 25 എന്ന് വരും. ഓക്കെ. ഇനി 2πrന്റെ വാല്യൂ 100 ആണെങ്കിൽ റേഡിയസിന്റെ വാല്യൂ എത്ര വരും? 50/π എന്ന് വരും അല്ലെ. ഇനി ചോദിച്ചേക്കുന്നത് സർക്കുലർ ഗാർഡന്റെ ഏരിയ ഈസ് ടു ലാർജസ്റ്റ് പോസിബിൾ സ്ക്വയർ ഗാർഡന്റെ ഏരിയ അല്ലെ. അപ്പൊ 50/π അതിന്റെ സ്ക്വയർ. നമ്മൾക്ക് വേണ്ടത് പൈ ആർ സ്ക്വയർ അല്ലേ, സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ എത്ര? 50/πന്റെ സ്ക്വയർ, അതായത് 50 ഇൻറ്റു 50/π ഇൻറ്റു പൈ. ഓക്കെ, പൈ സ്ക്വയർ എന്ന് വെച്ചാൽ പൈ ഇൻറ്റു പൈ ഈസ് ടു 25. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. 25 ഇൻറ്റു 25. ഈ 25ന്റെ ഇവിടെ വിട്ടാൽ നേരം 2, ഈ 25ന്റെ ഇവിടെ വിട്ടാൽ നേരം 2. അപ്പം ഇത് എത്ര വരും? ഈ പൈയും പോയി 4/22/7 എന്ന് വരും. അത് ഈ 7 ഇപ്പുറത്തോട്ട് വരും. ഓക്കെ, അപ്പൊ 2 ഇവിടെ 11, അതായത് എത്ര വരും? 14:11 എന്ന് വരും. അപ്പൊ 14/11 എത്ര വരും എന്നാ അവര് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 14:11 എന്ന് വെച്ചാൽ 14/11 എന്നല്ല റേഷ്യോയുടെ അർത്ഥം. അപ്പൊ 1 പോവും, ബാക്കി 11, 30 2 22 അല്ലെ. അപ്പൊ 1.2 സംതിങ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ വെർട്ടിക്കൽ സിലിണ്ടർ കണ്ടെയ്നർ ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ. ഓക്കെ, സോളിഡ് ഹെമിസ്ഫിയർ. ഓക്കെ, ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. അത് ഇങ്ങനുള്ളൊരു സോളിഡ് ഹെമിസ്ഫെറിക്കൽ വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിൽ ഇട്ടു. ഇതിൽ മൊത്തം ഇങ്ങനെ ഓയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹെമിസ്ഫിയർ ഇതിനകത്ത് ഇട്ടപ്പം വെള്ളത്തിന്റെ ലെവല് കൂടി അല്ലെ, കൂടി ഇത്രയായി എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് ഇട്ടപ്പം വെള്ളം കൂടണമെങ്കിൽ ആ കൂടിയ വെള്ളത്തിന്റെ അളവ് വോളിയം എന്ന് പറയുന്നത് എന്തിന്റെ വോളിയത്തിന് ഈക്വലാ? ഇട്ട ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന് ഈക്വൽ അല്ലേ. ഈ വെള്ളത്തിന് ഷേപ്പ് ഇല്ലല്ലോ, അത് ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പം ഇത്രയും വെള്ളം കൂടിയെങ്കിൽ ഇതൊരു ചെറിയ ഹെമിസ്ഫിയർ അല്ലേ. ഈ ഹെമിസ്ഫിയറിന്റെ അത്രയും പൊക്കത്തിൽ വെള്ളം വന്നെങ്കിൽ ഹെമിസ്ഫിയറിന്റെ വോളിയം അതായിരിക്കും കൂടിയ വെള്ളത്തിന്റെ വോളിയം. എത്ര? പൈ ഇൻറ്റു ആർ സ്ക്വയർ, അതായത് സിലിണ്ടറിക്കലിന്റെ ഇതറിയത്തില്ല, ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഇത്ര പൊങ്ങി എന്നുള്ളത് ഹൈറ്റ് എത്ര? 3 ഇൻറ്റു എച്ച്. ഇതായിരിക്കും വോളിയം അല്ലെ. ഈ വോളിയം എന്ന് പറയുന്നത് എന്തിന്റെ വോളിയത്തിന് ഈക്വലാ? ഈ ഇട്ട ഹെമിസ്ഫിയറിന്റെ വോളിയം. ഹെമിസ്ഫിയറിന്റെ വോളിയം 2/3 പൈ ആർ ക്യൂബ്. ആർ എത്ര? ഹെമിസ്ഫിയറിന്റെ വോളിയം 7 ഇൻറ്റു 7 ഇൻറ്റു 7 അല്ലെ. പയ്യും പോയി ഈ 3 ഇപ്പുറത്ത് വരുന്നു. അപ്പൊ 2 ഇൻറ്റു 343. ഇത് 343 അല്ലേ. 343 ഇരട്ടി 686/9. 6 എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് ആയിരിക്കും. അപ്പൊ 68-ല് 9 എത്ര തവണയാ? 7 അല്ല, 8 തവണ. 7 തവണ, അതായത് 63, ബാക്കി 56 അല്ലെ. 56-ല് 6 76 തവണ 54, ബാക്കി 2. 76ന്റെ റൂട്ട് ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. 8ന്റെ സ്ക്വയർ 64 അല്ലേ, 76. അപ്പം 8 പോയിന്റ് സംതിങ് ആയിരിക്കും, ബാക്കിയൊന്നും വരില്ല. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 76
അതായത് 8ന്റെ സ്ക്വയർ 64 അല്ലേ, 64നേക്കാൾ മണ്ടയിലും 9ന്റെ സ്ക്വയർ 81 അല്ലേ, 81നേക്കാൾ താഴെ, അതല്ലേ 76. അപ്പൊ 8നും 9നും ഇടയ്ക്ക് കിടക്കണം. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടപ്പെട്ട സെഷൻ ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ചെയ്യുന്നു അതിങ്ങനെ ചെയ്ത് പോവുകയാണ്. ആ ഒരു സ്പീഡും ആ ഒരു റാപ്പിഡ്നെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ബേസിക്സ് ആയിട്ടുള്ള ബേസിക്സ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. കുറെ ആൾക്കാർ ബേസിക്സ് കണ്ടിട്ട് ചില ക്വസ്റ്റ്യൻസ് ഡീവിയേഷൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഡീവിയേഷൻ ക്ലിയർ അല്ലെങ്കിൽ, കാരണം എനിക്കിപ്പം ഏതെങ്കിലും ഒരു ദിവസം, ചില ദിവസം എനിക്ക് കണ്ടിന്യൂഷൻ പോകും. ഞാൻ അതിന് എക്സ്ട്രീംലി സോറി, അപ്പോളജൈസ് ചെയ്യാണ്. കാരണം എനിക്ക് വർക്ക് ഇടയ്ക്ക് കയറുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു 2 months എന്തായാലും എനിക്ക് ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് യൂട്യൂബിലോട്ട് നമുക്ക് ആക്റ്റീവ് ആവാനാണ് പ്ലാൻ. അപ്പൊ അതുവരെ തൽക്കാലം ഒന്ന് ക്ഷമിക്കണം. അതുവരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി വരുന്ന സീജലിന് വേണ്ട സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം ഇത് മറന്നുപോയല്ലേ, കഴിഞ്ഞ ഷിഫ്റ്റ് കണ്ടവർക്ക് പുഷ്പം പോലെ ചെയ്യാം. നോക്കിക്കേ, 127. അപ്പം ആദ്യത്തെ സെക്ടർ 1 ഈസ്റ്റ് രണ്ടാമത്തെ സെക്ടർ 2. സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ അല്ലേ. ഇവിടെ റേഡിയസ് സെയിം അല്ലേ, സെയിം സർക്കിളിൽ നിന്ന് 2 ഇങ്ങനെ ഒരു സെക്ടർ ഉണ്ടെങ്കിൽ ഈ സർക്കിളിൽ നിന്ന് തന്നെ വേറൊരു സെക്ടർ മുറിച്ചെടുത്തു. രണ്ടിന്റെയും റേഡിയസ് സെയിം അല്ലേ. അപ്പൊ രണ്ടാമത്തെ സെക്ടറിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ സെയിം പൈ ആർ സ്ക്വയറിന്റെ θ/360 ആയിരിക്കും അല്ലേ. അപ്പൊ ഇതും പോയി, ഇതും പോയി. ഇനിയും ഇവിടെ തീറ്റ എത്ര, 120 അല്ലേ. അപ്പൊ 120/360 ഈസ്റ്റു ഇവിടെ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻസിലല്ലേ അല്ലേ. അപ്പം തീറ്റ ഡിഗ്രി ആണ് ഇത്. അപ്പം ബൈ 360, തീറ്റ ഡിഗ്രിയെ നമുക്ക് റേഡിയനെ ഡിഗ്രി ആക്കണമെങ്കിൽ 2π/3 ഇൻറ്റു 180/π ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടുന്ന് അടിയിലെ 360 ഇതും അങ്ങ് പോവും, ഈ പൈയും അങ്ങ് പോയി. അപ്പം 120 ഇത് പോയി, ഇത് പോയി. 6 കൊണ്ട് കിട്ടുമ്പോൾ 2, 6 കൊണ്ട് കിട്ടുമ്പോൾ 3. എന്താ പറ്റിയേ, 2π/3 എന്ന് വെച്ചാൽ എത്ര റേഡിയൻസാ, ഇൻറ്റു 180/π അല്ലേ. അപ്പൊ പൈയും പോയി 60, 60 ഇൻറ്റു 2 120, സെയിം ആംഗിൾ അല്ലേ. അതായത് 2π/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, റേഡിയനീന്ന് നമ്മൾ ഡിഗ്രി ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എത്ര വരും, 120 ഡിഗ്രി വരും. അതിന്റെ അർത്ഥം എന്താ, രണ്ടാമത്തെ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളും എത്ര തന്നെ, 120 ഡിഗ്രി തന്നെ. അപ്പൊ സെൻട്രൽ ആംഗിളും സെയിം ആണ്, റേഡിയസും സെയിം ആണെങ്കിൽ ഏരിയയും സെക്ടറിന്റെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം ഓപ്ഷൻ സി 1:1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് സെഷൻ. അപ്പം സീജൻ എല്ലാവരും വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ഇനി ഇങ്ങോട്ടുള്ള സമയം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ക്രൂഷ്യൽ ആണ്. മോക്കും സെഷനിലും ഒക്കെ മാക്സിമം എടുക്കണം. പറ്റാവുന്ന നോർത്ത് ഇന്ത്യൻ പ്ലാറ്റ്ഫോംസിലെ ചില മോക്സ് ഒക്കെ ചെറിയ രൂപയ്ക്ക് കിട്ടും. ഈയിടെ ഞാൻ പറഞ്ഞില്ല, ഗഗൻ പ്രതാപ് സാറിന്റെ 1 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. പുള്ളിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുള്ളിക്ക് അത് ഫ്രീ ആയിട്ട് കൊടുത്തത്, ഫ്രീ ആയിട്ടുള്ള 1 രൂപയ്ക്ക് കൊടുത്തതാണ്. അപ്പം മാക്സിമം മാത്സിന്റെ സെക്ഷണൽ അടിച്ചോണം. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന മോക്ക് പ്ലാറ്റ്ഫോമിൽ 15 സെക്ഷനലേ ഉള്ളൂ. ഇനി അവർ ലൈവ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതും കൂടെ എല്ലാവരും 25 ലൈവ് ടെസ്റ്റ് ഓരോ സബ്ജക്റ്റിനും, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്ങിന് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ലൈവായിട്ടായിരിക്കും, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അത് ഉൾപ്പെടാതെ വേറൊരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ, അതായത് എസ്പെഷ്യലി ശുഭം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഗരുൺ പ്രതാപിന്റെതോ വാങ്ങിച്ചും കൂടെ ട്രൈ ചെയ്യണം. മാക്സിമം സെക്ഷണൽ ടെസ്റ്റ് കിട്ടണമെങ്കിൽ മാക്സിമം, അതാ RBI ശുഭം ചെയ്യേണ്ട മോക്ക് ടെസ്റ്റ് ഒരു 40 എണ്ണം ഉണ്ട്. പുള്ളി 40 15 മിനിറ്റിലെ ടൈമർ ഇട്ടിട്ടുള്ള മാത്സിന്റെ സെക്ഷനിൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ ഒരു റാങ്ക് ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. ഒപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. നിങ്ങൾക്കും അങ്ങനെ തോന്നുമായിരിക്കാം, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നെവർ ലെറ്റ് യുവർ സെൽഫ് ഡൗൺ. ഉള്ള മാർക്ക് മതി, നമ്മൾ മിസ്റ്റേക്ക് അനലൈസ് ചെയ്യുക, പിന്നെ ഇമ്പ്രൂവ് ആയിട്ട് പോവുക. എല്ലാവരും അനലൈസ് ചെയ്യും, പിന്നെ ഡീമോട്ടിവേറ്റഡ് ആവത്തേ ഉള്ളൂ. ഈ ഇമ്പ്രൂവ്മെന്റ് നടത്തുക എന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് വർക്ക് ചെയ്യുക. ഇൻ കേസ് ഈ CGയിൽ പോയാൽ കൂടി അടുത്തത് നമ്മൾ തൂക്കിയിരിക്കും. ഓക്കെ, അതിന് മാത്സ് ഒരു പ്രശ്നമായിരിക്കത്തില്ല. തൽക്കാലം 2 മാസത്തേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബട്ട് മാക്സിമം ഞാൻ അവൈലബിൾ ആവുന്നതിനനുസരിച്ച് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ എനർജറ്റിക് ആയിട്ട് പഠിക്കുക. അടുത്ത സെഷനിൽ ഇതുപോലെ തന്നെ ഒരു 4-5 സെഷൻ നമ്മൾ ഇതുപോലെ സ്പീഡ് സെഷൻസ് ആയിരിക്കും. ഐ മീൻ സ്പീഡ് സെഷൻസ് അല്ല, നമ്മുടെ എ ഷിഫ്റ്റ് ഡേ എന്ന് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആവും. നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ബാക്കിയുള്ള ഷിഫ്റ്റിലെ ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു കമ്പൻഡിയം പോലെ, അതായത് ഒരു കളക്റ്റീവ്
വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലാസ്റ്റായിട്ട് ഒന്നുകൂടെ പറയാണ്, ഇപ്പം നിങ്ങളിത് കാണരുത്, കുറച്ച് കഴിഞ്ഞ് പഠിച്ചൊരു 2-3 മാസം കഴിഞ്ഞ് അരിത്തമെറ്റിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കയറി കാണാം. ഓക്കെ, നെക്സ്റ്റ് സീജിൽ നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ഓൺ ദ വേ ആണ്. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഓക്കെ.